പിണങ്ങി നിക്കല്ലേ സഖാവേ, നമ്മുടെ അപൂർവ ശാസ്ത്രജ്ഞനായിട്ട് കാണാനാണ്. ഇതൊക്കെ ഒരു വികസനം. സഖാവേ, ഞങ്ങൾ ഒരിക്കലും വികസനത്തിനെതിരല്ല, പക്ഷെ ഇത് ധരിക്കാൻ ഞങ്ങളെ കിട്ടില്ല. സഖാവ് ഒരു കാര്യം മനസ്സിലാക്കണം. പ്രത്യയശാസ്ത്രപരമായി നോക്കുമ്പോൾ ഇതൊക്കെ ഒരു ബൂർഷാ സങ്കല്പമാണ്. തൊഴിലാളികൾ അധ്വാനിക്കണം, വിയർക്കണം. ആ വിയർപ്പിൻ തുള്ളികൾ സ്വർണ്ണ മണികളായി വിളയിക്കണം. റഷ്യയും ചൈനയും കെട്ടിപ്പടുത്തത് ആ വിയർപ്പിൻ തുള്ളികളിലാണ്. കുത്താകുത്തിയാണല്ല വേർപ്പുള്ളിക്ക് വരെ ചോരത്തുള്ളി പുറത്താണ് കാണടാ. പാവപ്പെട്ടവനൊരു കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കുമ്പോൾ അവന്റെ ഒരു ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ പാർട്ടി ചില അടവ് നയങ്ങൾ സ്വീകരിക്കാറുണ്ട്. നമ്പർ 1, നമ്പർ 3 ടെസ്റ്റ് ചെയ്യണ്ടേ? അപൂർവ നേരിട്ട് ഫേസിൽ കൊടുത്താലോ? വേണ്ട, അപൂർവ ബാബുമോന്റെ 5-ലല്ലേ? 3-ലാ? വേണോ? 3-ലെങ്കിൽ 3-ല്. അല്ല, ഇത് വേണോന്ന് വേണ്ട, നീ തന്നെ ഇട്ടോ. വേണ്ട, ഇഷ്ടം നമ്മക്കറിയാ. ഈ ഇരിക്കണ ആരാന്നറിയാ? യുവശാസ്ത്രജ്ഞനാ. അല്ല, കറണ്ടിന്റെ പണിയായിട്ട് പറഞ്ഞോളൂ. ഇനിയാണ് ചരിത്ര മുഹൂർത്തേ. ശാസ്ത്രജ്ഞൻ സാർ. ഒന്ന് കത്തിയില്ലേ? കത്തിയിടാ. എല്ലാത്തിലും കത്തിയില്ലേ? എന്താവും? 1, 2, 3, 4. ചെറിയൊരു തണുപ്പൊക്കെ നമ്മൾ കുറച്ചായിട്ട് കൂട്ടിക്കൊണ്ടിരുന്നേ. ഇത് ആദ്യം തിരിച്ചിട്ട് 30, 29, 28, 27 അങ്ങനെ കുറച്ചായിട്ട് കൊണ്ടുവരണം. ഞാൻ ആദ്യം ഇത് തിരിക്കുമ്പോ ഞാൻ ഇത് ഇടാം. കൈ പൊള്ളിയടാ. സോറിടാ, കുഴപ്പം വല്ലതും? പൊലം കെട്ടവന്. അയ്യോ, ഇതില് നമ്മുടെ ബാബു മോനെ ഏതാണ്ടാ. അങ്ങനെയെങ്കിലും നമ്മുടെ ബാബു മോൻ വെളുത്തല്ല. അപ്പൊ അതും പോയി. നിങ്ങളുടെ ഒടുക്കത്തെ പരീക്ഷണം കാരണം എനിക്കൊരു തരി പൊന്നിടാൻ പറ്റാണ്ടായി. പഠിക്കടാ. അച്ഛന് ഒരു ജോത്സ്യനെ കാണാം. അതെന്തിനാച്ചാ? നിന്റെ അമ്മയുടെ ജാതകം ഒന്ന് കാണിക്കാനാ. സ്വർണ്ണം ഇടാനുള്ള യോഗം ഇല്ല. അതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടെന്ന് നോക്കണല്ലോ. അതിനച്ഛൻ ജോത്സ്യനൊന്നും കാണണ്ട, അപ്പൊങ്ങളായിട്ടുള്ള കൂട്ട് കിട്ടാ മതി. പഠിക്കണായിരുന്നു. എന്റെ മോളുടെ ജാതകത്തിലെ ദോഷം മാറാനേ നീ കെട്ടിയ താലി അങ്ങോട്ട് അഴിച്ചു മാറ്റിയാ മതി. നീ അവൻ പറഞ്ഞത് കേട്ട് തുള്ളിക്കോ. കെട്ടിയ അന്ന് മുതലേ ഈ ഊരണത് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഇതൊക്കെ ഇയാളെപ്പോ കാണും. അച്ഛാ, ആ AC ഷർട്ട് ഒരെണ്ണം കിട്ടുമോ? എന്തിന്? അച്ചാച്ചനെ അടിപ്പിക്കാനാ. അതോടെ ആ ശല്യം അങ്ങ് തീർന്നു കിട്ടല്ലോ. നീ അച്ഛന്റെ മോൻ തന്നെയാടാ. പഠിച്ചത് മതി, പോയി കളിച്ചോ. പോ. ഇത് സ്വർണ്ണല്ലേ? 2 ദിവസം കഴിഞ്ഞു മതി. ഇതാണ്ടി അമ്മ നമ്മുടെ വീടിന്റെ പ്ലാന്. ഇത് കോലായി, ഇത് ഉമ്മറം. അത് പരിയമ്പറല്ലടി. കോലായം നോക്കി കഴിഞ്ഞാൽ ഉമ്മറം കാണാം. ഉമ്മറത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പുഴ കാണാം. പുഴയും നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ കുളിക്കണത് കാണാം. ഭാര്യക്ക് വിവരമുള്ള എന്തെങ്കിലും പറഞ്ഞു കൊടുക്കടാ, പൊലം കെട്ടവനെ. കേട്ടാ നിക്ക്. എന്തിനാ നിങ്ങൾ നാട്ടുകാരെ കൊണ്ട് വെറുതെ പറയിപ്പിക്കണത്? നിങ്ങൾക്ക് വല്ല പരീക്ഷണം നടത്തണമെങ്കിൽ ഇവിടെ നടത്തി. ഇനി നിങ്ങൾ പറയണത് കേട്ടില്ല വേണ്ട. ഏട്ട ഇനി മുതൽ പരീക്ഷണങ്ങൾ നിർത്തി. നീ തളരരുത്. ഇവൻ പറയുന്നത് കേട്ടിട്ട് നീ തളരരുത്. തീ കുരുത്തത് വെയിലത്ത് വാടും. അന്തക്കാട് ഗ്രാമത്തിലുള്ള കണ്ടുപിടുത്തം നിർത്തിയിട്ടാ പറഞ്ഞത്. വീട്ടിലുള്ള കണ്ടുപിടുത്തം തുടങ്ങാൻ മോഡലുള്ള മുത്തപ്പ. മുത്തപ്പ, നിങ്ങളാണ് ഏട്ടനെ വഷളാക്കണത്. കേട്ടാ, നിങ്ങൾക്ക് ജോലിയോ കൂലിയോ വല്ല വേണമെങ്കിൽ ഞാൻ ശരിയാക്കി തരാന്ന്. പുതിയ കണ്ടുപിടുത്തം നിങ്ങൾക്ക് കൂടി ഗുണമുള്ള കാര്യമാണ്. ഏതാ AC കുപ്പായത്തിന്റെയാണ്? വേണ്ട, നീ ഭാരത സ്ത്രീകളോടുള്ള എന്റെ ഒരു ആദരവ് കൂടിയാണ് പുതിയ കണ്ടുപിടുത്തം പറയുകയാണ്. കേട്ടിട്ടില്ലേ? സ്ത്രീ അമ്മയാണ്, പെങ്ങളാണ്, ദേവിയാണ്. വേണ്ട വേലാണ്ടി, പൊത്തിട്ട് പോ, അകത്ത് പോ. ഈ പരീക്ഷണത്തില് നായിക രമ്യമോളാണ്, വില്ലൻ മൂപ്പുരാണ്. ആദ്യം നായികയോട് എങ്ങനെയുണ്ടാ പുതിയ കണ്ടുപിടുത്തം? കേട്ടനാണെന്ന് നോക്കില്ല, കൊരട്ടാണ്ടി അടിച്ച് പൊട്ടിക്കുന്നതാണ്. ദിനേശിനോടും രമ്യോടും പോവാൻ പറടാ. അതെ, നീ സമയം കളയാതെ കണ്ടുപിടുത്തം എന്താന്ന് പറയടാ. എങ്ങനെയുണ്ടാ? നീ ഇതിട്ടോണ്ട് വരെ രമ്യോട് പറഞ്ഞോ? ഏതെങ്കിലും സഹോദരി സമ്മതിക്കൂടാ? എടാ പോക്കണം കെട്ട കഴുതുകളെ, നമ്മുടെ സഹോദരിമാരെ സംരക്ഷിക്കാൻ വേണ്ടിട്ടാണ് ഞാനിത് കണ്ടുപിടിച്ചത്. പറഞ്ഞിട്ടുകൂടെ പെമ്പിള്ളരെ പോലെ പീഡിപ്പിക്കുന്ന കാലാണ്. അപ്പോഴാണ് അവന്റെ ഒരു കണ്ടുപിടുത്തം ഷഡ്ഡിയും പ്രഷറും കൂട്ടി. ഈ പറയുന്ന നേരാണ്. പേപ്പർ തുറന്നാലും TV തുറന്നാലും എല്ലാം പീഡനാണേ. 6 വയസ്സ് തൊട്ട് 90 വയസ്സുകാരി വരെ പീഡിപ്പിക്കുകയാണ്. ഇനി അത് മാറാൻ പോവാ പറയാണേ. എങ്ങനെ? മുതൽ പീഡകന്മാരുടെ ഉറക്കം കെടുക്കുന്ന രാത്രിയാണ്ടാ. അങ്ങനെ പെണ്ണുങ്ങളുടെ ചുടിദാറ്, സാരി, പറുത, അതിന്റെ കടിയില് ഇതുപോലുള്ള സ്വിമ്മിംഗ് സൂട്ട് ഇട്ടാല് അവര് സുരക്ഷിതരാണെന്ന് പറയാ. തല്ല ഇവിടെ വരുമായിരിക്കും.
ഈ പരീക്ഷണം വിജയിക്കണമെങ്കിൽ ബാബുമോൻ തന്നെ വിചാരിക്കണം. ഞാൻ എന്ത് വിചാരിക്കണം? നീ തന്നെ സുമയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം പറയാ. കൊല്ലുന്നില്ല ഞാൻ. അവളെ പിടിപ്പിക്കാനൊന്നും ഞാൻ സമ്മതിക്കല. പീഡിപ്പിക്കാൻ പോണതേ നീയാടാ. ഈ ലോകത്ത് ഭർത്താവിന് ഭാര്യനെ പീഡിപ്പിക്കാൻ ആരും ലൈസൻസ് വേണ്ട. നീ അങ്ങോട്ട് പീഡിപ്പിക്കാൻ കഴിക്കാതെ നിനക്കതൊക്കെ പറയാം. എനിക്ക് പറ്റില്ല. ബാബുമോനെ, എന്റെ എല്ലാ കണ്ടുപിടുത്തങ്ങൾക്ക് പിന്നില് നീയാണ്ടാ. എടാ ഞാൻ സമ്മതിച്ചാലും സുമ സമ്മതിക്കില്ല. ആ AC ഷെട്ടിന്റെ ബാധ്യതയുടെ പണക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. ഈ അവസ്ഥയില് ഈ പരിപ്പ് ആ കലത്തിൽ വേവില്ല. അപ്പോ ഈ പരിപ്പ് എന്റെ കലത്തിൽ വേവോ? എവിടെ? എങ്ങനെ? നമ്മുടെ ചോപ്രയാണെങ്കിൽ എന്താ കട്ടല്ലേ? ഒരൊന്നൊന്നര ഉരുപ്പിടി വരും. ഓ ഓൾ എവിടെയോ ഒന്ന് കണ്ടു മറന്ന പോലെ ഉണ്ട്. സ്വാതന്ത്ര്യ സമരത്തിലെങ്ങാനും പങ്കെടുത്തിട്ടുണ്ടോന്നൊരു സംശയം. ഇപ്പൊ സ്റ്റാൻഡിൽ നിൽക്കുന്നുണ്ട്. വേഗം വാ. നീ ഏതടി? നിന്നെ പോലെ അതെ, ലാസ്റ്റ് ബസ് എത്ര മണിക്കാ? അതാദ്യം പോയി. ബസ് സ്റ്റാൻഡാണ് പോലും. ആമ്പിളറിലെ എന്തൊരു കുറവല്ലേ. എല്ലാവരും ഇപ്പൊ നെറ്റിലല്ലേ? അതെ അതെ, എന്റെ നെറ്റ് കട്ടായിടോ. പീഡകനെത്തി. എന്താ ലേറ്റ് ആയേ? ഇപ്പൊ പീഡിപ്പിക്കും. ലോഡ്ജിലോ വീട്ടിലോ? വീട്ടിലാ? വിളിച്ച് എന്നാ പോവാ. പീഡകനൊരു കൂതറയും കൊണ്ടുപോകുന്നു. എടാ പേടിക്കണ്ട, ഇനിയും വരും പറയണേ. ആരെങ്കിലും വരുമ്പം സ്റ്റഡിയായിട്ട് നിക്കരുത്. നാണം അങ്ങനെയല്ല, വിരിഞ്ഞിട്ട് പോടാ. അങ്ങനെ നിക്കണം. ഇതൊക്കെയാണ് ഓക്കെ.